ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ആണ്. യൂണിറ്റിൻ്റെ പേരാണ് റസിൽ ഓഫ് വിങ്സ്. ഓക്കെ, റസിൽ ഓഫ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളൊക്കെ അല്ലെങ്കിൽ ചെറിയ ചിറകുള്ള ജീവികൾ ഉണ്ടാക്കുന്ന ശാന്തമായ ഒരു ശബ്ദം, ചെറിയൊരു ശബ്ദത്തെയാണ് റസിൽ ഓഫ് വിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ തോമസ് ആൽവ എഡിസൺ ഒരു കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഇഫ് വി ഡിഡ് all the things we are capable of, we would literally astound ourselves. If we did all the things we are capable of, നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താൽ we would literally astound ourselves. അത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തും. astound എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ 3 ചാപ്റ്റേഴ്സാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. രഞ്ജീസ് മാജിക് ബാറ്റ്, ഡോഗ്സ് ഓഫ് ഡാർലിംഗ്, പ്രേയിങ് ഹാൻഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് രഞ്ജീസ് മാജിക് ബാറ്റാണ്. രഞ്ജിയുടെ മാന്ത്രിക ബാറ്റ്. റസ്കിൻ ബോണ്ടിൻ്റേതാണ് രചന. അപ്പോൾ അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ ആക്ടിവിറ്റീസും നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടല്ലേ? എന്താണ് ഈ പിക്ചർ? ICC Under-19 വിമൻസ് 20 വേൾഡ് കപ്പിൽ ഫൈനൽ 2023 ഇന്ത്യ കിരീടമണിഞ്ഞ ആ ഒരു പോസ്റ്ററാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പത്രവാർത്തയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. India dominated England in the first ever ICC Under-19 Women's 2020 World Cup finals. They bowled exceptionally well, reducing England to low score of 68 runs. India chased down the target easily with 7 wickets in hand and 6 over to spare. ചിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ഒരു വിന്നിങ് മൊമെൻ്റ് ആണ് അവിടെ നമ്മൾ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ എ മാച്ച്? ഒരു മാച്ച് വിൻ ചെയ്യാൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ലീഡർഷിപ്പാണോ, കൊളാബറേഷനാണോ, കോൺഫിഡൻസ് ആണോ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണോ? എല്ലാം വേണമല്ലേ ഒരു മാച്ച് ജയിക്കാൻ. പക്ഷേ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് എന്താണ്? കൊളാബറേഷനാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കളിക്കണം. അപ്പോൾ ലീഡർഷിപ്പ് നല്ലതായതുകൊണ്ട് മാത്രം പിന്നെ ടീം അംഗങ്ങൾ എന്താണ് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കളിച്ചില്ലെങ്കിൽ നമുക്ക് ടീമിനെ വിജയത്തിലെത്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കോൺഫിഡൻസും സ്പോർട്സ് മെറിറ്റും ഒക്കെ ആവശ്യമാണ്. പക്ഷേ കൊളാബറേറ്റ് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കളിച്ചാലേ നമുക്ക് ഒരു ടീം എന്ന നിലയിൽ നമുക്കൊരു മാച്ചിനെ വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, have you participated in school cricket match or a similar sports event? Can you share a memorable moment or experience? Let us read. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ ഒരു മെമ്മറബിൾ ഒരു ഈവൻറ്റിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും മെമ്മറബിൾ എക്സ്പീരിയൻസ് നിങ്ങളോട് എഴുതാനാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം. ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഓർ എ സിമിലർ സ്പോർട്സ് ഈവൻറ്റ്? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഓർ എക്സ്പീരിയൻസ്? I played cricket for my school team, the Warriors. സ്കൂളിൻ്റെ ടീമിൻ്റെ പേര് വാരിയേഴ്സ് എന്നായിരുന്നു. We competed against our rivals, the Titans. അപ്പോൾ എതിരാളികളുടെ പേര് ടൈറ്റൻസ് എന്നായിരുന്നു. ഇൻ ദ ഇൻ്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ്. ആസ് എ വിക്കറ്റ് കീപ്പർ ഐ ഫെൽറ്റ് റെസ്പോൺസിബിൾ ഫോർ അവർ ടീംസ് സക്സസ്. ഞാൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. ദ മാച്ച് വാസ് ഇൻറ്റൻസ് വിത്ത് ബോത്ത് ടീംസ് ട്രേഡിംഗ് ബ്ലോസ്. ഐ മെയ്ഡ് ക്രൂഷ്യൽ ക്യാച്ചസ് ആൻഡ് സ്റ്റംബ്ലിംഗ് ടു ഡിസ്മിസ് കീ ഒപ്പോണൻസ്. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ക്യാച്ചസും അതേപോലെ തന്നെ സ്റ്റമ്പൊക്കെ ചെയ്തു. അവർ ടീം നീഡഡ് 15 റൺസ് ടു വിൻ ഇൻ ദ ഫൈനൽ ഓവർ. ഫൈനൽ ഓവറിൽ 15 റൺസ് വേണമായിരുന്നു. അവർ ക്യാപ്റ്റൻ ഹിറ്റ് എ ബൗണ്ടറി സെക്യൂറിംഗ് ദ ചാമ്പ്യൻഷിപ്പ് വിക്ടറി. വി വൺ ബൈ 5 റൺസ് സ്കോറിംഗ് 150/7 against the Titans. I contributed 3 catches and 2 stumblings to our win. Holding the trophy with my teammates is an unforgettable memory. അതേപോലെ ഏതെങ്കിലും മെമ്മറി നിങ്ങൾക്ക് എഴുതാം. നമുക്ക് പാഠം വായിച്ചു നോക്കാം. രഞ്ജീസ് മാജിക് ബാറ്റ് റസ്കിൻ ബോണ്ടിൻ്റേതാണ്. ദ സ്കോർ സ്റ്റുഡ് അറ്റ് 53 for 4 wickets. അപ്പോൾ സ്കോർ എത്രയാണ്? 53
റൺസിലാണ് 4 വിക്കറ്റും പോയിട്ടുണ്ട്. അതായത് 60 റൺസ് ഹാഡ് ടു ബി മെയ്ഡ് ഫോർ വിക്ടറി. അപ്പോൾ ടീമിന് ജയിക്കാൻ എത്ര വേണം? 60 റൺസ് കൂടി വേണം. രഞ്ജി വാസ് അറ്റ് ദ ക്രീസ്. ആരാണ് ക്രീസിലുള്ളത്? രഞ്ജിയാണ് ക്രീസിലുള്ളത്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിൽ ഓർഡർ. അപ്പോൾ അദ്ദേഹമാണ് ആ ബാറ്റിംഗ് ഓർഡറിൽ അവസാനമായിട്ട് കളിക്കാൻ ഇറങ്ങിയത്. ദ റെസ്റ്റ് വേർ ബൗളേഴ്സ്. ഇനി അടുത്തതൊക്കെ ആരാണ്? ബൗളേഴ്സാണല്ലേ, ബൗളേഴ്സാണ്. ദേ കുഡിൻറ്റ് ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. അവരെ നമുക്ക് ബൗളേഴ്സിന് അത്ര അങ്ങോട്ട് ബാറ്റ് ചെയ്യാൻ അറിയണമെന്നില്ല. അപ്പോൾ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, നല്ലവണ്ണം ബാറ്റ് ചെയ്യുന്നോ കൂടുതൽ റൺസ് എടുക്കുന്നോ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ദേ കുഡിൻറ്റ് ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. ഓക്കെ. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിൻ്റെ ഫേറ്റ്, വിധി അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. അദ്ദേഹത്തിൻ്റെ ടീമിന് അദ്ദേഹത്തിൽ വളരെയധികം ഫെയ്ത്ത് ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. ഒരുപാട് മാച്ചസിൽ ഒരുപാട് റൺസൊക്കെ ടീമിന് വേണ്ടി സ്കോർ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ രഞ്ജി വന്നിട്ട് ഇതിലെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ്. The tall fast bowler came down on his long run-up and hurdled the ball at Ranji's stumps. Hurdled എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയായിട്ട് എറിയുക. Ranji was going to lunge forward and play the ball back to the bowler, but at the last moment he changed his mind and stepped back, intending to push the ball through the ring of fielders on the offside. The ball swung on the air short of the grass and came through sharply to strike Ranjis on his pad. അപ്പോൾ നമുക്കറിയാമല്ലോ, ക്രിക്കറ്റിൽ കളിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ക്രിക്കറ്റ് കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ രഞ്ജി ക്രീസിലാണ്. അപ്പോൾ ഫാസ്റ്റ് ബൗളറാണ് വന്നത്. ശക്തിയായി എറിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സഡൻ മൂവ്മെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചേഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു. ഹിസ് മൈൻഡ് ആൻഡ് സ്റ്റെപ്ഡ് ബാക്ക്, ഇൻറ്റൻഡിങ് ടു പുഷ് ദ ബോൾ ത്രൂ ദ റിംഗ് ഓഫ് ഫീൽഡേഴ്സ് ഓൺ ഓഫ് സൈഡ് കൂടെ ബോളിനെ ബാറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? ദ ബോൾ സ്വിങ് ഇൻ ദ എയർ ഷോർട്ട് ഓഫ് ദ ഗ്രാസ് ആൻഡ് കെയിം ത്രൂ ഷാർപ്ലി ടു സ്ട്രൈക്ക് രഞ്ജീസ് ഓൺ ഹിസ് പാഡ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാഡിലേക്ക് വന്നു. അപ്പോൾ എന്താണ്? LBW അല്ലേ? LBW ആയി. രഞ്ജി വാക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദ പവലിയൻ. അപ്പം ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിരാശനായിട്ട് പവലിയനിലേക്ക് പോയി. ദ അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദ ടീം ലോസ്റ്റ് ദ മാച്ച്. പിന്നെ മറ്റുള്ളവർക്കൊന്നും അധികമൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. ദ ടീം ലോസ്റ്റ് ദ മാച്ച്. On his way back home, Ranji passed Mr. Kumar's sports shop next to the clock tower. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആരാണ്? നിരാശനായിട്ട് രഞ്ജി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുമാറിൻ്റെ ഒരു സ്പോർട്സ് കടയുണ്ടായിരുന്നു. അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു അവിടെ. വളരെ പ്രിയപ്പെട്ടൊരു കടയായിരുന്നു. മിസ്റ്റർ കുമാർ ഹാഡ് ബിൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ്. അദ്ദേഹം സ്റ്റേറ്റ് പ്ലെയറൊക്കെ ആയിരുന്നു. ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് അഗെയിൻസ്റ്റ് താൻസാനിയ. അപ്പോൾ താൻസാനിയക്കെതിരെ മാച്ചിലൊക്കെ ഹൈ സ്കോറൊക്കെ വാങ്ങിയ ആളാണ് ആരെ? കുമാർ. നൗ ഹി വാസ് ടു ഓൾഡ്. ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സായി. ഫോർ ദ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്, ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് ദ യങ് പ്ലെയേഴ്സ്. പക്ഷേ അദ്ദേഹം ഇപ്പം കളിക്കുന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് കളിക്കാരെ എൻകറേജ് ചെയ്യാൻ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ ആസ് ഇന്ത്യാസ് ഫേമസ് പ്ലെയർ. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും രഞ്ജി ഒരു നല്ലൊരു ഗുഡ് ക്രിക്കറ്റർ ആവുമെന്നൊക്കെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. He just loved to stare at Mr. Kumar's goods, cricket bats, balls, badminton rackets, hockey sticks. But today he didn't feel like going on. അപ്പോൾ ഹി ജസ്റ്റ് ലവ്ഡ് ടു. അപ്പോൾ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉറ്റുനോക്കുക. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് ഈ കുമാറിൻ്റെ ഈ ഷോപ്പിലുള്ള പല സ്പോർട്സ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്നെന്തോ അദ്ദേഹത്തിന് വലിയൊരു ഒരു മൂഡില്ല. ഹി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഓൺ.
Ranji, where are you running off to? Mr. Kumar's jovial voice stopped him. He walked slowly into the shop. അപ്പോൾ അത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ജോവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, നല്ല ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് എന്താ ചോദിച്ചത്, രഞ്ജി വേർ ആർ യു റണ്ണിങ് ഓഫ് ടു, നീ എങ്ങോട്ടാ പോകുന്നത്, നീ ഇങ്ങോട്ട് കയറുന്നില്ലേ, സാധാരണ കയറിയിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോകുന്ന ആളാണ്, എന്താ നീ ഇന്ന് വരുന്നില്ലേ എന്ന് വെച്ച്. ഹി വാക്ക്ഡ് സ്ലോലി ഓൺ ടു ദ ഷോപ്പ്. വോയിസ് സ്റ്റോപ്ഡ് ഹിം. അപ്പോൾ അങ്ങനെ ചോദിച്ച ആ ചോദ്യം കേട്ട് അദ്ദേഹം നിന്നു, എന്നിട്ട് മെല്ലെ ഷോപ്പിലേക്ക് കയറി. വാട്ട്സ് റോങ് വിത്ത് യു, നിങ്ങൾക്ക് എന്താ പറ്റിയത്, യു ലുക്ക് സോ മോൺഫുൾ, നിങ്ങൾക്ക് എന്തോ ഒരു എന്താണ് ദുഃഖമോ സങ്കടമോ എന്തോന്നുണ്ടല്ലോ. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചെയർഫുള്ളി ആസ് യൂഷ്വൽ. അപ്പം മിസ്റ്റർ കുമാർ വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ആളാണ്, അതേപോലെ തന്നെ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തോ പറ്റി, നിങ്ങൾക്ക് എന്തോ ഒരു നിരാശ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഓ നത്തി ഒന്നുമില്ല, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. എനിക്ക് സ്കോറൊന്നും ചെയ്യാൻ പറ്റില്ല. രഞ്ജി ട്രൈ ടു ചിയർ ഹിംസെൽഫ് അപ്പ്. ഹി വെൻറ്റ് ഓൺ ടു ടെൽ മിസ്റ്റർ കുമാർ അബൌട്ട് ദ മാച്ച്. അപ്പോൾ അദ്ദേഹം സ്റ്റിയർ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. കം ഓൺ ലെറ്റ് മീ ഷോ യു സംതിങ്, നീ ഇങ്ങോട്ട് വന്നതിന് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. മിസ്റ്റർ കുമാർ ലെറ്റ് രഞ്ജി ടു ദ ഇന്നർ റൂം ഓഫ് ദ ഷോപ്പ് വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ്. അപ്പോൾ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള റൂമിലേക്കാണ് ക്ഷണിച്ചത്. അപ്പോൾ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ എന്താണ്, പസിൽഡ് രഞ്ജി ഫോളോഡ് മിസ്റ്റർ കുമാർ ത്രൂ ദ കട്ടൈൻഡ് പാർട്ടീഷൻ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഷോപ്പ്. അപ്പോൾ അമ്പരന്നിട്ട് രഞ്ജി അദ്ദേഹത്തിന് പുറകെ പോവുകയാണ്, ഫോളോ ചെയ്യാണ്. അപ്പോൾ ആ ഒരു കടയ്ക്ക് ഒരു കട്ടൻഡ് പാർട്ടീഷൻ, ഒരു കട്ടൻ ഇട്ടൊരു പാർട്ടീഷൻ അതിൻ്റെ ബാക്കിലുണ്ട്, ആളുകളൊന്നും അങ്ങനെ കാണാത്തൊരു ബാഗ് അറ്റ് ദ ബാക്ക് ഓഫ് ദി ഷോപ്പ്. ഈ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ബാഡ്ലി ലിറ്റ് റൂം സ്റ്റാക്ക്ഡ് ടു ദ ceiling with all kinds of old and second-hand sporting goods, torn football bladders, broken bats, rackets without strings, broken darts and tattered badminton nets. അപ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിച്ചപ്പോൾ എന്താണ് അവിടെ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ശേഖരം തന്നെ, കളക്ഷൻ തന്നെ കാണിക്കുകയാണ്, പഴയ സ്പോർട്സ് സാധനത്തിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് കണ്ടത്. ഫുട്ബോൾ ബാറ്റ്, ബ്രോക്കൺ പൊട്ടിയ ബാറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, റാക്കറ്റ്സ്, സ്ട്രിങ് ഇല്ലാത്ത റാക്കറ്റ്സ്, ഇതൊക്കെയാണ് അവിടെ കണ്ടിരുന്നത്. മിസ്റ്റർ കുമാർ ബിഗാൻ എക്സാമിൻ എ നമ്പർ ഓഫ് ഓൾഡ് ക്രിക്കറ്റ് ബാറ്റ്സ് ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഹി സെറ്റ് ഹാൻഡ് പിക്ക്ഡ് അപ്പ് വൺ ഓഫ് ദ ബാറ്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. അപ്പോൾ മിസ്റ്റർ കുമാർ എന്തോ തെരയാണ്, എന്തിനാണ് തെരയുന്നത്, ഒരു ഓൾഡ് ക്രിക്കറ്റ് ബാറ്റിനാണ് തെരയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്, കയ്യിൽ കൊടുക്കുകയാണ്. ദിസ് ഈസ് ഇറ്റ്, ഇതാണത്. ഹി സെഡ് ദിസ് ഈസ് ദ ലക്കിയസ്റ്റ് ഓഫ് ഓൾ മൈ ഓൾഡ് ബാറ്റ്സ്, ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം തന്ന ഒരു ബാറ്റാണ്. ദിസ് ഈസ് ദ ബാറ്റ് ഐ മെയ്ഡ് എ സെഞ്ചുറി വിത്ത്. അപ്പോൾ ഈ ഒരു ബാറ്റ് കൊണ്ടാണ് ഞാൻ സെഞ്ചുറി നേടിയത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എൻ ഓൾഡ് ബാറ്റ്, ഇതൊരു ഓൾഡ് ബാറ്റാണ്. ബട്ട് ഇറ്റ് ഹാസ് ഇൻ ലൂസ് എനി ഓഫ് ഇറ്റ്സ് മാജിക്, പക്ഷെ അതിൻ്റെ മാജിക് ഒന്നും അതിന് നഷ്ടപ്പെട്ടില്ല. സെഡ് മിസ്റ്റർ കുമാർ. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു ദ രഞ്ജി, എന്നിട്ട് അത് രഞ്ജിക്ക് കൊടുത്തു. Here, take it. I will lend it to you for the rest of the cricket season. You won't fail with it. Just take care of yourself. അപ്പോൾ നീ ഇതെടുത്തോ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിരിക്കും. യു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്രിക്കറ്റ് സീസൺ, ഇനിയും ക്രിക്കറ്റ് സീസണൊക്കെ ഉണ്ടല്ലോ. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. അപ്പോൾ നീ ഒരിക്കലും പരാജിതനാവുകയില്ല, നീ നിന്നെ തന്നെ നല്ലവണ്ണം ടേക്ക് കെയർ ചെയ്യാം. രഞ്ജി ടുക്ക് ദ ബാറ്റ് ആൻഡ് ഗേസ്ഡ് അറ്റ് ഇറ്റ് വിത്ത് എവ് ആൻഡ് ഡിലൈറ്റ്. അപ്പോൾ രഞ്ജി ആ ക്രിക്കറ്റ് ബാറ്റ് എടുത്തു, വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അതെടുക്കുകയാണ്. ദ മാജിക് ബാറ്റ് സീംഡ് ടു ചേഞ്ച് രഞ്ജീസ് ലെഗ്. അപ്പോൾ ആ മാജിക് ബാറ്റ് രഞ്ജിയുടെ ഒരു ഭാഗ്യം തന്നെ, രഞ്ജിയുടെ ഭാഗ്യത്തിനെ തന്നെ മാറ്റിമറിച്ചു. ദ നെക്സ്റ്റ് സാറ്റർഡേ ഹി സ്കോർഡ് 50 runs ആൻഡ് ലെഡ് ഹിസ് സ്കൂൾ ടു വിക്ടറി അഗെയിൻസ്റ്റ് ദ റൈവൽ ടീം. റൈവൽ ടീം എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ടീം. അപ്പോൾ അടുത്ത ഒരു ദിവസം, നെക്സ്റ്റ് സാറ്റർഡേ, അടുത്ത ശനിയാഴ്ച അദ്ദേഹം 58 റൺസാണ് ആ ബാറ്റ് കൊണ്ട് സ്കോർ ചെയ്തത്. ഓൺ ഹിസ് വേ ഹോം റാഞ്ചി സ്റ്റോപ്ഡ് മിസ്റ്റർ കുമാർ ഷോപ്പ് ടു ഗീവ് ഹിം ഗുഡ് ന്യൂസ്. അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രഞ്ജി
അവിടെ നിന്ന് ഇവിടെ കുമാർസ് ഷോപ്പിൽ നിന്നിട്ട് ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു. വി വൺ, നമ്മൾ വിജയിച്ചു. ഹി സെഡ് ആൻഡ് ഐ മെയ്ഡ് 58 മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. എൻ്റെ ഹയസ്റ്റ് സ്കോർ ആണ് 88. ഇറ്റ് ഈസ് എ റിയലി ലക്കി ബാറ്റ്. ഇതൊരു നല്ലൊരു ഭാഗ്യമുള്ള ബാറ്റാണെന്ന് പറഞ്ഞു. I told you, said Mr. Kumar, giving Ranji a warm handshake. There is a bigger score. There will be bigger scores yet. ഇനിയും ധാരാളം വലിയ വലിയ സ്കോറുകളൊക്കെ വരും. അങ്ങനെ രഞ്ജിക്ക് നല്ലൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻ. പിന്നെ ഒന്ന് വിചാരിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ സംഭവിച്ചു. ആഫ്റ്റർ വൺ ഓഫ് നെക്സ്റ്റ് മാച്ച് രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീം മേറ്റ്സ് Beam, who was injured during the match, to the hospital. In his anxiety about being, he left his bag on the bus. ഓക്കെ, അപ്പോൾ ഇവിടെ രഞ്ജി പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാച്ച് കഴിഞ്ഞിട്ട് രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീംമേറ്റ് ബീമിനെ, അദ്ദേഹത്തിൻ്റെ ടീംമേറ്റാണ്, കൂടെ കളിക്കുന്ന ആളാണ്. അപ്പോൾ ഡ്യൂറിങ് മാച്ച് എന്താണ്, ഹി വാസ് ഇഞ്ചേർഡ്, പരിക്ക് പറ്റി, ഹി വാസ് ഇഞ്ചേർഡ് ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇൻ ഹിസ് ആങ്സൈറ്റി അബൌട്ട് ബീമിനെ കുറിച്ചുള്ള ഉത്കണ്ഠയിൽ ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദ ബസ്സിൽ വെച്ച് മറന്നുപോയി. റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. പിന്നെ എപ്പോഴാണ് ഓർമ്മ വന്നത്, വീട്ടിൽ വന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഹി കുഡിൻറ്റ് റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ് ഇൻ ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്. പക്ഷേ അദ്ദേഹത്തിന് ഏത് ബസ്സിലാണെന്ന് ബസ്സിൻ്റെ പേരൊന്നും ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ് ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്. വാട്ട് ഈസ് ദ മാറ്റർ ആസ്ക്ഡ് മിസ്റ്റർ കുമാർ. അപ്പോൾ അടുത്ത ദിവസം മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിലെത്തി. വെരി സോറി ഫോർ ഹിംസെൽഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സോറി ഫീലിംഗ് ഉണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ ചെയ്ത ബാറ്റ് സമാനമായിട്ട് കൊടുത്താണ്, അത് മിസ്സായി പോയല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. വാട്ട് ഈസ് ദ മാറ്റർ, എന്താ സംഭവം, ആസ്ക്ഡ് മിസ്റ്റർ കുമാർ. ഐ ഹാവ് ലോസ്റ്റ് ദ ബാറ്റ്, എനിക്ക് ആ ബാറ്റ് നഷ്ടപ്പെട്ടു. സെഡ് രഞ്ജി. യു ആർ ലക്കി ബാറ്റ്, താങ്കളുടെ ലക്കി ബാറ്റ്. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ബസ്. ഞാനും നല്ല സ്കോറൊക്കെ അതിനെ കൊണ്ട് ഉണ്ടാക്കി, പക്ഷേ ഞാൻ ബസ്സിൽ വെച്ച് മറന്നുപോയി. ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ. വിത്തൗട്ട് യുവർ ബാറ്റ് ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡെക്ക് ആൻഡ് വി വിൽ ലൂസ് അവർ ചാൻസ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് എന്താണ്, ഡൽഹി സ്കൂളിൻ്റെ ഒരു മാച്ച് ഉണ്ട്. അപ്പം താങ്കളുടെ ബാറ്റ് ഇല്ലാണ്ട് ഞാൻ 0 തന്നെ ഡെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 0 ഔട്ടാകുന്നതിനാണ് ഡെക്ക് എന്ന് പറയുക. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ആൻഡ് വി വിൽ ലൂസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻസ്. അപ്പോൾ സ്കൂൾ ചാമ്പ്യൻ ആവാനുള്ളൊരു ചാൻസാണ് അവിടെ നഷ്ടപ്പെടുന്നത്. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആൻഷ്യസ് അറ്റ് ഫസ്റ്റ്. ആദ്യം ചെറിയൊരു ആൻഷ്യസ്, അതായത് ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഹി സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര റൺസ് നേടാം. ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് ദ ബാറ്റ് എനിമോർ. പക്ഷേ എൻ്റെ കയ്യിൽ ബാറ്റ് ഇല്ലല്ലോ, സെഡ് രഞ്ജി. ആൻഡ് ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ റിപ്ലൈഡ്. വാട്ട് ഡു യു മീൻ, എനി ബാറ്റ് വിൽ ഡു. എന്താ പറഞ്ഞാൽ, ഏത് ബാറ്റും അത് ചെയ്യാം. എനി ബാറ്റ് വിൽ ഡു, ഏത് ബാറ്റും അത് ചെയ്യാം. അപ്പം മിസ്റ്റർ കുമാർ അങ്ങനെ പറഞ്ഞപ്പോൾ രഞ്ജി ചോദിച്ചു, വാട്ട് ഡു യു മീൻ, താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഐ മീൻ ഇറ്റ്സ് ദ ബാറ്റ്സ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. ഐ മീൻ ഇറ്റ്സ് ബാറ്റ്സ്മാൻ ആണ് ബാറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ബാറ്റ് അല്ല. ഷാൾ ഐ ടെൽ യു സംതിങ്, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ദ ഓൾഡ് ബാറ്റ് ഐ ഗേവ് യു വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ് ഐ ഹാവ് യൂസ്ഡ്. ആ ഓൾഡ് ബാറ്റ് വേറൊരു ബാറ്റിൽ നിന്ന് ഒരു വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. ട്രൂ, ഐ മെയ്ഡ് ലോട്ട് ഓഫ് റൺസ് വിത്ത് ഇറ്റ്. എനിക്ക് ഒരുപാട് റൺസ് ആ ബാറ്റിൽ നിന്നുണ്ടായി. ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു. ഞാൻ അതേപോലെ തന്നെ വേറെ ബാറ്റ്സിൽ നിന്നും ഒരുപാട് റൺസ് നേടിയിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്. ഞാൻ ഒരിക്കലും ഒരു ബാറ്റിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല എന്ന് കുമാർ പറയാണ്. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ഒരു ബാറ്റിന് എപ്പോഴാണ് മാജിക് ഉണ്ടാവുക, ആ ബാറ്റ്സ്മാന് മാജിക് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് വേണ്ട എന്തായിരുന്നു, കോൺഫിഡൻസ് ആയിരുന്നു. നോട്ട് എ ബാറ്റ്, നിങ്ങൾക്ക് ബാറ്റ് അല്ലായിരുന്നു വേണ്ടത്. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. വാട്ട്സ് കോൺഫിഡൻസ്, എന്ത് കോൺഫിഡൻസ് ആണ്, ആസ്ക്ഡ് രഞ്ജി. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. അദ്ദേഹത്തിന് ഒരു പുതിയ വരുന്നു. കോൺഫിഡൻസ്, മിസ്റ്റർ കുമാർ സ്ലോവ്ലി. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. നീ നല്ലതാണ്, നീ നല്ല ഗുഡാണ് എന്ന് പറയുന്ന ആ കോൺഫിഡൻസ്.
ഓഫ് കോഴ്സ് യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. യു ആർ ഗുഡ് നൗ. നീ എപ്പോഴും നല്ലതാണ്, നീ ഇപ്പോഴും നല്ലതാണ്. യു വിൽ ബി ഗുഡ് ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമാറോ ടു. നീ ഈ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസവും നീ എന്തായിരിക്കും, ഡേ ആഫ്റ്റർ ടുമാറോയും നീ നല്ല ആളായിരിക്കും, നല്ല ഗുഡായിരിക്കും. റിമെമ്പർ ദാറ്റ് ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഓൺ സാറ്റർഡേ രഞ്ജി വാക്ക്ഡ് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം ബീം. അടുത്ത ദിവസം ബീമിൽ നിന്ന് കടം വാങ്ങിയ ബാറ്റുമായിട്ട് പോയി. The school team had lost at its first wicket with only 2 runs on the board. 2 റൺസ് ആകുമ്പോഴത്തേന് തന്നെ വിക്കറ്റൊക്കെ പോയി, ഫസ്റ്റ് വിക്കറ്റ് പോയി. രഞ്ജി വെൻറ്റ് അറ്റ് ദിസ് സ്റ്റേജ്. ഇപ്പോൾ രഞ്ജി ആ ഒരു സമയത്താണ് പിന്നെ ഇവിടെ എത്തുന്നത്. ദ ഡൽഹി സ്കൂൾസ് ഓപ്പണിംഗ് ബൗളർ വാസ് സെൻഡിങ് ഡൗൺ സം റിയലി ഫാസ്റ്റ് വൺസ്. രഞ്ജി ഫേസ്ഡ് അപ് ടു ഹിം. അപ്പോൾ ഈ ഓപ്പണിംഗ് ബൗളർ നല്ല ഫാസ്റ്റ് ബൗളാണ് ഇടുന്നത്. അപ്പം ഫാസ്റ്റ് ആണല്ലോ, ഫസ്റ്റൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് 5 ഓവേഴ്സൊക്കെ. അപ്പോൾ രഞ്ജിക്ക് അതൊക്കെ ഫേസ് ചെയ്യണം. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ് ബട്ട് ഇറ്റ് വാസ് in on good length. Quick on his bat, Ranji stepped back and pulled it hard to the long boundary. ആദ്യത്തെ എന്താണ്, ബൗണ്ടറി അടിച്ചു. The ball scored over the heads of the fielders and landed with a crash in a crate full of old drink bottles. അപ്പോൾ ഫസ്റ്റ് ബോൾ തന്നെ അടിപൊളിയായിരുന്നു. The first ball was very fast but it was in good length. ഓക്കെ, അത് നമ്മൾ വായിച്ചു. At 6, പിന്നെന്താ 6, everyone stood up and cheered. എല്ലാം ആദ്യം തന്നെ എന്താണ്, 6 ആണ് അടിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ദ ഓൺലി ബിഗിനിങ് ഓഫ് രഞ്ജിസ് വണ്ടർഫുൾ ഇന്നിങ്സ്. അതൊരു തുടക്കം മാത്രമായിരുന്നു. ദ മാച്ച് എൻറ്റർഡ് ഇൻ എ ഡ്രോ ബട്ട് രഞ്ജിസ് 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. മാച്ച് ഡ്രോ ആയി, പക്ഷേ മികച്ച കളി പുറത്തെടുത്തു ആര്, രഞ്ജി. രഞ്ജിക്ക് എത്ര സ്കോർ കിട്ടിയത്? 75 റൺസാണ് കിട്ടിയത്. ഓക്കെ, കളി ഡ്രോ ആയെങ്കിലും കൂടി അതൊരു സംസാര വിഷയമായിരുന്നു. ഓൺ ഹിസ് വേ ഹോം ഹീ ബോട്ട് എ ഡസൻ ലഡൂസ്. അപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ ലഡു വാങ്ങി. 6 ഫോർ ഹിസ് നെയ്ബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. 6 തൻ്റെ അയൽവാസികൾക്കും 6 ആയിരിക്കെ കുമാറിനുമായി അദ്ദേഹം വാങ്ങിക്കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. Ranji's cricket team faced a tough match needing 60 runs to win with Ranji as the last batsman. Despite his efforts, he was dismissed LBW, leading to the team's loss. Feeling disheartened, Ranji visited Kumar's sports shop where Mr. Kumar, a former player, offered him a vintage bat that had helped him score a century. Ranji used the magic bat to score 58 runs, leading his school to victory. However, he accidentally left it on a bus while taking his injured teammate Beam to the hospital. അപ്പം ബസ്സിനെ വെച്ച് മറന്നുപോയി. Worried about the upcoming match against Delhi school, Ranji informed Mr. Kumar, who reassured him that confidence, not the bat, was the key. അപ്പോൾ അതിനെ പറ്റിയിട്ട് മിസ്റ്റർ കുമാറിനോട് പറഞ്ഞപ്പോൾ എന്താണ്, കോൺഫിഡൻസ് ആണ്, ബാറ്റ് അല്ല പ്രധാനം. മിസ്റ്റർ കുമാർ എംഫസൈസ്ഡ് ബിലീവ് ഇൻ വൺ സെൽഫ്, റിമൈൻഡിങ് രഞ്ജി ഓൺ ഓഫ് ഹിസ് ഇൻഹെറൻറ്റ് സ്കിൽ. In the next match, Ranji borrowed Beam's bat and excelled, scoring 75 runs despite facing a fast bowler. The game ended in a draw, but Ranji celebrated by buying sweets for his neighbor Koki and Mr. Kumar. Ranji learned a valuable lesson. True success comes from within. ശരിയായ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഹി റിയലൈസ്ഡ് ദാറ്റ് ഈ സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ് നോട്ട് ദ മാജിക് ബാറ്റർ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്കിൽസും ആത്മവിശ്വാസവും അദ്ദേഹം തിരിച്ചറിഞ്ഞു. നോട്ട് ദ മാജിക് ബാറ്റ് മെയ്ഡ് ഹിം എ ഗ്രേറ്റ് പ്ലെയർ. അപ്പം മാജിക് ബാറ്റ് എന്നല്ല അദ്ദേഹത്തിനെ ഒരു വലിയ കളിക്കാരനാക്കിയത്. വിത്ത് റിന്യൂഡ് സെൽഫ് അഷുറൻസ്, രഞ്ജി കണ്ടിന്യൂഡ് ടു എക്സൽ ഇൻ ക്രിക്കറ്റ്, ക്രെഡിറ്റിംഗ് മിസ്റ്റർ കുമാർസ് വിസ്ഡം ഫോർ ഹിസ് ഗ്രോത്ത്. അപ്പം നമ്മൾ സമ്മറിയും അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസും ആണ് ഇതിൽ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്